സാറ് ഞങ്ങളുടെ ഒരു ദൈവമാണ്. സാറ് ഇങ്ങനൊരു സാറുണ്ടായതുകൊണ്ട് ഞങ്ങളുടെ ഒക്കെ ജീവിതം. പിന്നെ സമൂഹത്തിലാണെങ്കിലും ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അവർക്ക് അനുഭവങ്ങളും അനുഭൂതികളും ചിന്താശക്തിയും ഉണ്ടാകും. അതിനുള്ള അവസരങ്ങളും അനുഭവങ്ങളും അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി. മദ്യപാനം കൊണ്ടോ മയക്കുമരുന്ന് കൊണ്ടോ അല്ല കഞ്ചാവ് കൊണ്ടോ ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. ഈ സാറിൻ്റെ അടുത്ത് വന്ന് എത്തിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ജീവിക്കില്ല. നമസ്കാരം. ഓൾ ഇൻ വൺ പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ദീർഘകാലം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയും അതിൽ നിന്ന് പരിപൂർണമായി വിമുക്തി നേടി ജീവിതത്തിനെ സ്വാഗതം ചെയ്യുകയും ചെയ്ത സ്ത്രീ പുരുഷനും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ശ്രീമതി ശുഭയുമാണ് നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത്. നമസ്കാരം ചേട്ടാ. പിന്നെ മദ്യപാനം തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ചെറുപ്പം തുടങ്ങി ഞാൻ മദ്യപാനത്തിൻ്റെ ലഹരി ഉപയോഗിച്ചിട്ടുള്ള ആളാണ്. ചെറുപ്പം എന്ന് പറഞ്ഞാൽ കുഞ്ഞുനാളിൽ തുടങ്ങി. കാരണം അങ്ങനെ തുടങ്ങാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ ഒരു കൃഷിപ്പണിക്കാരനായിരുന്നു. സാധാരണ അച്ഛൻ ഈ കൃഷിപ്പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും മദ്യപിക്കുന്നൊരു സ്വഭാവമുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു ലിറ്റർ കള്ള് വാങ്ങിച്ച് വീട്ടിലുണ്ടാവും. അത് ഒഴിച്ചു കൊടുക്കുന്നത് ഞാനാണ്. കാരണം അത് സാധാരണ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളത്തിന് പകരമാണ് പുള്ളി ഇത് കഴിക്കുന്നത്. അങ്ങനെ ഇത് ഞാൻ പകർന്നു കൊടുക്കുകയും ലാസ്റ്റ് നിമിഷത്തിൽ എനിക്ക് അതിൽ നിന്ന് മിച്ചം എനിക്ക് തരുകയും ചെയ്യും. അങ്ങനെയാണ് ഈ മദ്യത്തിൻ്റെ ടേസ്റ്റ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏകദേശം ഏത് പ്രായത്തിലാണ്? പ്രായം എന്ന് പറഞ്ഞാൽ കുഞ്ഞുനാളിലെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ 4-5 വയസ്സൊക്കെ ഉള്ള സമയത്താണ്. അങ്ങനെ അന്ന് തുടങ്ങി ഞാൻ ഇതിൻ്റെ മദ്യത്തിൻ്റെ ഇത് രസം അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. അതിങ്ങനെ പോയി അച്ഛൻ മരിക്കുന്നത് വരെ ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു. പിന്നീട് അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ്റെ വർക്കിലേക്ക് ഞാൻ പോകാൻ തുടങ്ങി. അച്ഛൻ്റെ വർക്ക് ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങി. അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ വരുന്ന ആളുകളൊക്കെ ഈ മദ്യപിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർ പണിയൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും അവർ മദ്യപിക്കും. അതിൽ ആ കൂട്ടത്തിൽ ഞാൻ ഉൾപ്പെടും. അങ്ങനെയാണ് ഞാൻ മദ്യത്തിൻ്റെ രസം മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ പോയി എനിക്കൊരു സുപ്രഭാതത്തിൽ അച്ഛൻ്റെ വർക്ക് വേണ്ടെന്ന് ഉപേക്ഷിക്കേണ്ടി വന്നു. ഓക്കെ. ചെയ്തുകൊണ്ടിരുന്ന ജോലി ഉപേക്ഷിക്കേണ്ടി വന്നെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷിപ്പണി നടത്തിയിട്ട് ലാഭമൊന്നും കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഇത് വേണ്ടാന്ന് വെച്ച് അങ്ങനെയാണ് ഇത് ഉപേക്ഷിക്കേണ്ടി വന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ജോലി കിട്ടി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഈ ജോലി സ്ഥലത്ത് ഇത് കഴിക്കുന്ന ആളുകൾ മിക്ക ആളുകളൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ്. ഇവിടെ ഞാൻ എപ്പോഴും കഴിക്കാറുണ്ട്. എപ്പോഴും എന്ന് പറഞ്ഞാൽ കാശ് കിട്ടുമ്പോൾ കഴിക്കും. അത് കള്ളായിരിക്കും കഴിക്കുന്നത്. അങ്ങനെ ജോലി കിട്ടി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് അവിടെ ഇഷ്ടംപോലെ മദ്യം കിട്ടും. അപ്പോൾ അവർ മറ്റുള്ള ആളുകൾ കഴിക്കുമ്പോൾ എന്നോട് പറയും കഴിക്കണ്ടെന്ന് ചോദിക്കും. ഞാൻ കഴിക്കും. അപ്പം നമ്മൾ പൈസ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. മാസം ശമ്പളം കിട്ടുമ്പോൾ നമ്മൾ പൈസ കൊടുത്താൽ അപ്പോൾ അങ്ങനൊരു ഇളവ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളിത് എപ്പോഴും കഴിക്കാൻ തുടങ്ങി. അങ്ങനെയാണിത് കൂടുതലും ഇത് കഴിച്ച് കയ്യിൽ പണമില്ലെങ്കിലും ലഹരി ഉപയോഗിക്കാമെന്നുള്ള അവസ്ഥ കൂടുതലായിട്ട് അതിലേക്ക് കൂടുതലായിട്ട് വരികയും ചെയ്ത് പിന്നെ ഇത് എപ്പോഴും വേണം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഞാൻ വന്നു. നിരന്തരമായിട്ട് ആവശ്യമാണ്. 24 മണിക്കൂറും ഇത് വേണം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക്. എന്തായിരിക്കും അങ്ങയുടെ അന്നത്തെ പ്രായം? അന്നത്തെ പ്രായം എന്ന് പറഞ്ഞാൽ എനിക്ക് ജോലി കിട്ടുന്നത് വൈകിയാണ് കിട്ടുന്നത്. 35-ാമത്തെ വയസ്സിലാണ് കിട്ടണം. അതിനു മുമ്പ് ഞാൻ മദ്യപിക്കുന്നുണ്ട്. ഫോറിൻ ലിക്കർ കഴിക്കുന്നത് അവിടെ ചെന്ന പിന്നെയാണ് കഴിക്കുന്നത്. അപ്പം നമുക്കിത് കൂടുതൽ കഴിക്കാൻ തോന്നാനുള്ള കാരണം എന്ന് വെച്ചാൽ നമുക്ക് പൈസ കൊടുക്കണ്ട, പൈസ കൊടുക്കണ്ട, പിന്നീട് പൈസ കൊടുത്താൽ മതി. അങ്ങനെയാണത്. ആ ഒരു സൗകര്യമാണ് കാരണമായിട്ട് മനസ്സിൽ വിചാരിക്കുന്നത്. ഏത് വയസ്സിലായിരുന്നു വിവാഹം കഴിഞ്ഞത്? അന്നത്തെ സ്ഥിതി എന്തായിരുന്നു ഒന്ന് പറയാമോ? 26-ാമത്തെ വയസ്സിലായിരുന്നു. അപ്പൊക്കെ പുള്ളി ഒരു ഇത്തിരി ശരി കഴിക്കുമായിരുന്നു. അപ്പൊ അതങ്ങനെ കാര്യമായിരുന്നില്ല. പിന്നെ ജോലി കിട്ടിയ പിന്നെയാണ് കഴിക്കാൻ തുടങ്ങിയത് കൂടുതൽ. അങ്ങനെയാണ് പുള്ളി പിന്നെ കൂടുതലും വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ആയതും ഒക്കെ. പിള്ളേർക്കാണെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു.
പിള്ളേരും ചെറുപ്പമായിരുന്നു. കുടുംബത്തിൽ വലിയ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. എന്നാലും അതെല്ലാം തരണം ചെയ്തു പോയിരുന്നു. പുള്ളി കഴിക്കുമായിരുന്നെങ്കിലും വീട്ടിലുള്ള ചെലവിന്റെ കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. അതിന് പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. പിന്നെ മദ്യം കൂടുതലായി പിന്നെ കഴിച്ചുകൊണ്ടേയിരുന്നു. അത് വലിയ പ്രശ്നമായി തീരുന്നത് ഏത് കാലഘട്ടത്തിലാണ്? പ്രശ്നമായി തീരുന്നെന്ന് പറഞ്ഞാൽ ഒരു 45-50 വയസ്സ് ആയപ്പോഴാണ് കൂടുതൽ ഇത് ഇങ്ങനെ ഇതായത്. 24 മണിക്കൂറും വേണം എന്നുള്ള ആ ഒരു അവസ്ഥ വന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇപ്പോൾ ജോലിക്ക് പോകുമ്പോഴും കഴിക്കും, അവിടെ ജോലി സ്ഥലത്ത് ചെല്ലുമ്പോഴും കഴിക്കും, അവിടെ നിന്ന് തിരിച്ചു പോരുമ്പോഴും കഴിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഞാൻ നല്ല ഇതിലായിട്ടാണ് വീട്ടിൽ ചെല്ലുന്നത്. അപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം, ചെറിയൊരു പ്രശ്നം കണ്ടാൽ മതി, അത് ഞാൻ ചിലപ്പോൾ പിള്ളേർ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമായിരിക്കും കാണുന്നത്, അത് ഞാൻ ഇയാളിലേക്ക് കൊണ്ടുപോകും. ഇപ്പോൾ പറഞ്ഞത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഊതിപ്പെരിപ്പിക്കുകയും അതിന്റെ ഉത്തരവാദി ഭാര്യയാണെന്നുള്ള ആ ഒരു ഇതിലേക്ക് കൊണ്ടുപോയി പിന്നെ ഇയാളായിട്ടുള്ള വാക്കുതർക്കത്തിൽ പ്രശ്നങ്ങളാകും. അങ്ങനെ ഞാൻ ഇയാളെ മർദ്ദിക്കാറുണ്ട്. ഓക്കെ. ഒരു തിരിച്ചുവരവിലേക്കുള്ള ചിന്ത എങ്ങനെയാണ് തുടങ്ങിയത്? തിരിച്ചുവരവിലേക്കുള്ള ചിന്ത എനിക്ക് എപ്പോഴും ഇതിൽ നിന്ന് മോചനം നേടണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിലെപ്പോഴും ഉണ്ട്. നല്ലോണം മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും മനസ്സിൽ ഇതുണ്ട്, എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടണം. പിന്നെ ഞാൻ ജോലിക്ക് വെളുപ്പിന് പോകാൻ നേരത്ത് കുളിക്കാൻ പോകുന്ന സമയത്ത് ഇയാളെപ്പോഴും എൻ്റെ അടുത്ത് പറയും, ഇന്നലെ ഉണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ അറിയാമോ, വല്ലതും ഓർമ്മയുണ്ട എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു. ഇന്ന് പോയാലും ഇതുപോലെ തന്നെ വരരുത്, നല്ല രീതിയിൽ വരണം എന്നൊക്കെ എന്നെ ഉപദേശിക്കാറുണ്ട്. അപ്പോഴും എൻ്റെ മനസ്സിൽ പോകുന്നത്, ഇവിടെ നിന്ന് പോയാൽ അടുത്ത് എവിടെ കിട്ടും കഴിക്കാനുള്ള ഇത് സൗകര്യം, അത് നോക്കിയാൽ അപ്പോഴും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇത് എവിടെ കിട്ടും എന്നുള്ള ഒരു ചിന്ത മാത്രമേ നമുക്കുള്ളൂ. എപ്പോഴും മദ്യപിക്കണം എന്നുള്ള ഒരു ചിന്ത മാത്രം മനസ്സിലുള്ളൂ. അതായത് കുളിക്കുന്ന സമയത്ത് ഭാര്യ വന്ന് വളരെ സ്നേഹപൂർവ്വം ഇന്നലത്തെ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയും ഇന്നെങ്കിലും ഭംഗിയായിട്ട് തിരിച്ചു വരണം എന്ന് പറയുകയും ചെയ്യുന്ന സമയത്തും ചിന്തിക്കുന്നത് എവിടെയാണിത് കിട്ടുന്നത്, ആ പോകുന്ന വഴി എവിടെയാണ് ആദ്യം കയറാൻ പറ്റുന്നത് എന്നുള്ള ഒരു രീതിയിലാണ് ചിന്തിച്ചിരുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് അഡീഷണൽ ആയിട്ട് പറയാമോ? ആ കാലഘട്ടത്തിൽ ഞാൻ ഇങ്ങനെ പറയുമ്പോഴും പുള്ളി, അപ്പം ഞാനും മനസ്സിൽ വൈകിട്ട് വരുമ്പോഴേക്കും എന്തായിരിക്കും എങ്ങനെയായിരിക്കും വന്നതെന്നുള്ള ചിന്തയാണ് മനസ്സിൽ. അപ്പോൾ അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ ചില സമയങ്ങളിൽ ഒരുപാട് വൈകിയൊക്കെ വരുള്ളൂ. അപ്പൊ ഞാനും പിള്ളേരും ഒക്കെ നോക്കിയിരിക്കും. അപ്പൊ വരുന്നത് ശരിക്ക് ഇതായിട്ടാ വരണത്. വന്നു കഴിഞ്ഞാൽ വീട്ടിൽ കയറി ഭക്ഷണം കൊടുത്താൽ ഭക്ഷണങ്ങളും കഴിക്കൂല, വെറുതെ ഇരുന്ന് ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഇരിക്കും. ബഹളം ഉണ്ടാക്കും. അങ്ങനെ പിന്നെ അവിടെ ഇരുന്നും കൊണ്ട് TV കണ്ടുകൊണ്ട് ആ കിടപ്പ് തന്നെ അവിടുത്തെ തിണ്ണയിലേക്ക് കിടക്കും. പൊക്കാനൊന്നും ഞങ്ങൾക്ക് പറ്റുമൊന്നുമില്ല. അപ്പൊ അങ്ങനെ ആ കിടപ്പ് അങ്ങനെ കിടക്കും. ഭക്ഷണങ്ങളും ഒന്നും കഴിക്കൂലായിരുന്നു. ഭക്ഷണം കഴിക്കില്ല, തിണ്ണയിൽ കിടന്നുറങ്ങുന്ന ഒരു രീതിയായിരുന്നു. ഒരു ചികിത്സ തേടാൻ ഉണ്ടായ കാരണം എന്താണ്? അതിനുള്ള പ്രചോദനം എന്താണ്? ചികിത്സ തേടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഇടയ്ക്കിടയ്ക്ക് എനിക്ക് എന്തെങ്കിലും മനസ്സിന് പ്രയാസങ്ങൾ വരുമ്പോഴത്തേക്കും അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ചെല്ലും. അവിടെ ഡോക്ടറായിട്ട് കാണും. അപ്പോൾ ഡോക്ടർ പറയും അമിതമായിട്ട് മദ്യപിച്ചിട്ടാണ് അതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ കഴിക്കുമ്പോൾ വല്ല നോർമലായിട്ട് 1-2 കഴിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് 2 ദിവസം അവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് ട്രിപ്പൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളെ വീട്ടിലേക്ക് വിടും. പക്ഷെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇത് കഴിക്കണം എന്നുള്ള ആ ചിന്ത മാത്രമേ മനസ്സിലുള്ളൂ. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ ഇയാളുടെ അടുത്ത് പറയും, എനിക്ക് ഉറങ്ങണം. എൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കം കിട്ടുന്നില്ല. പിന്നെ ചിന്തകളാണ്, എന്ത് ചെയ്യണം, ഇങ്ങനെ പോയാൽ എന്ത് ആകും, എവിടം വരെയൊക്കെ ആകും എന്നുള്ള ഒരു ചിന്തകളാണ് എൻ്റെ മനസ്സിൽ. ഇങ്ങനെ ചിന്തകൾ വരുമ്പോഴത്തേക്ക് എനിക്ക് ഉറക്കം കിട്ടാതെ വരും. അപ്പോൾ ഞാൻ ഇയാളോട് പറയും, ഞാൻ പോയി ഒരു ചെറുത് കഴിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഇയാൾ മനസ്സോട് എന്നാൽ ശരി എന്നും പറഞ്ഞ് പോയി. അപ്പോഴും അയാളുടെ സമ്മതം മേടിച്ചിട്ടാണ് പോയി കഴിക്കുന്നത്. അങ്ങനെ പോയി കഴിക്കും. അതിങ്ങനെ കഴിച്ച് പിന്നെയും പൂർണ്ണ ആ പഴയ രീതിയിലേക്ക് തിരിച്ചു വരും. പിന്നെ ഞാൻ ഈ സാറിൻ്റെ അടുത്ത് എത്തപ്പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞില്ല 24 മണിക്കൂറും എനിക്കിത് വേണം എന്നുള്ള ആ ഒരു ചിന്ത വന്നു കഴിഞ്ഞപ്പോഴും, ജീവിതത്തിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും
ജീവിതത്തിൽ എനിക്കൊന്നും സമ്പാദിക്കാൻ പറ്റുന്നില്ല. ഉം. ഞാൻ സാറിനോട് ഞാൻ നേരത്തെ പറഞ്ഞ ഉം. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ വീടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ ഒരു ഓടും വരെയാണ്. പണ്ടത്തെ തറവാടാണ്. ഞാൻ തറവാട്ടിലാണ് താമസിക്കുന്നത്. ഞാൻ ഏറ്റവും ഇളയ മകനാണ്. ചേട്ടനന്യന്മാർ. അപ്പോൾ അവരെല്ലാവരും ചേട്ടന്മാരെല്ലാവരും ഇതൊക്കെ വീടൊക്കെ വെച്ച് അവർക്ക് ജോലി ഉണ്ട്. അവർ രണ്ടുപേരും വീടൊക്കെ വെച്ച് താമസിക്കും. അവർ നല്ല രീതിയിൽ ജീവിക്കുകയാണ്. ഞാൻ അപ്പോഴും ഈ ഇടിഞ്ഞു പൊളിഞ്ഞ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഞാൻ മനസ്സുകൊണ്ട് ആലോചിക്കും, നല്ലൊരു വീടുണ്ടാക്കണം, എങ്ങനെ ഇത് നടക്കും. പല രീതിയിലും ആലോചിച്ചിട്ട് എനിക്കിത് കിട്ടുന്നില്ല. അപ്പോൾ തൊട്ടടുത്തുള്ള ജോലിയില്ലാത്ത പിള്ളേർ നല്ല വാർക്ക വീടുകളൊക്കെ ഉണ്ടാക്കുന്നു. ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിക്കുന്നു, എന്നെക്കൊണ്ട് ജോലി ഉണ്ടായിട്ട് എന്നെക്കൊണ്ട് നടക്കുന്നില്ല, എന്തുകൊണ്ട് അവർക്ക് സാധിക്കുന്നു എന്നുള്ള ഇതൊക്കെ ഞാൻ മനസ്സിലെല്ലാ ഇതും ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. അങ്ങനെ ഈ ആലോചന ഇങ്ങനെ മൂത്തും വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സുകൊണ്ടൊരു തയ്യാറെടുപ്പ്. ഏതായാലും ജീവിതത്തിൽ ഒന്നും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഡയറി എടുത്ത് എഴുതിയിരുന്നു. അപ്പോൾ വീട്ടിൽ ഇയാളില്ല, ഇയാളെങ്ങോ പോയേക്കുന്നു. അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഞാൻ 4 ബാറിൽ കയറി. 4 ബാറെന്ന് പറഞ്ഞാൽ ആദ്യം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ബാറിൽ കയറി, അവിടെ നിന്ന് കഴിച്ചിട്ട് 4 ബാറിൽ കയറി തിരിച്ച് വീട്ടിൽ വന്നു. ആദ്യത്തെ അടുത്തുള്ള ബാറിൽ കയറി കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് അവിടെ നിന്ന് ഞാൻ ചൂണ്ടയിടാം, മീൻ പിടിക്കാൻ പോകും. ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ. അപ്പോൾ എൻ്റെ കയ്യിൽ ചൂണ്ടകളുണ്ട്. അങ്ങനെ ഞാൻ ഈ ചൂണ്ടയൊക്കെ എടുത്ത് വെച്ചിട്ട് അന്ന് പതിവില്ലാതെ ഞാൻ ഒരു 3000 രൂപ എൻ്റെ പേഴ്സിലുണ്ടായിരുന്നു. എന്നാൽ പതിവില്ലാതെ ഞാൻ ഈ പേഴ്സൊക്കെ എടുത്തിട്ട് പോയപ്പോൾ ഇയാൾ ചോദിച്ചു, എന്തിനാ പേഴ്സ് കൊണ്ടുപോകണം? ഞാനൊന്നും മിണ്ടിയില്ല. ഞാനങ്ങനെ ഗോസരി പാലത്തിൻ്റെ അവിടെ വന്ന് ചൂണ്ടയിട്ടിട്ട് ഒന്നും കിട്ടിയില്ല. തിരിച്ച് ഹൈക്കോർട്ടിൽ വന്നു. ഹൈക്കോർട്ടിൽ നിന്ന് മദ്യപിച്ച് അതും കഴിഞ്ഞ് തിരിച്ച് വീടിൻ്റെ അടുത്തുള്ള ബാറിൽ പോയി അവിടെ നിന്നും കഴിച്ചു. അത് കഴിഞ്ഞ് വന്നിട്ടാണ് ഇങ്ങനെ എനിക്കൊരു ചിന്തപ്പാടുണ്ടായി, ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. 4 ബാറിൽ കയറി കഴിഞ്ഞപ്പോൾ ഒരു ചിന്ത വന്നു, ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഡയറി എടുത്തിട്ട് ഡയറി കുറിപ്പ് എഴുതുന്നത്. അതായത് ഞാൻ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എൻ്റെ ജോലി ഒന്നെങ്കിൽ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ മകന് കിട്ടും. അപ്പോൾ അവരെങ്ങനെയെങ്കിലും ജീവിക്കും എന്നുള്ള ആ ഒരു ചിന്തപ്പാടിലാണ് എഴുതി വെച്ചിട്ട് ആത്മഹത്യക്ക് കുടുക്കിൽ തൂങ്ങി സംഗതി ഫെയിലായി. ആ ഒരു സംഭവമാണ് ചികിത്സയിലേക്ക് കൊണ്ടുവരാനിടയായത്. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഇയാൾ അങ്ങ് പുറത്ത് പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഞാനെല്ലാം അടച്ചു പൂട്ടി TV ഒക്കെ ഭയങ്കര ഓളിയത്തിൽ വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്തത്. അപ്പോൾ ഇയാൾ വന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നിലത്ത് കിടക്കുകയാണ് കണ്ടത്. അങ്ങനെ ഇയാൾ എൻ്റെ മൂത്ത ചേട്ടനെ വിളിച്ച് പറഞ്ഞ് ഇന്ന പോലെ സംഗതിയുണ്ട്, നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ വരണം എന്ന് പറഞ്ഞ് അങ്ങനെ ചേട്ടൻ വീട്ടിൽ വന്ന് ചേട്ടൻ്റെ പിള്ളേരെ വിളിച്ചിട്ടാണ് പറയുന്നത്. ഇങ്ങനെ എറണാകുളത്തൊരു ഡോക്ടറുണ്ട്, ആ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാനിവിടെ എത്തിപ്പെടുന്നത്, ഡോക്ടറിൻ്റെ അടുത്ത്. പിന്നെ ഇവിടെ വന്ന് ഒരു 10 ദിവസം ആണെന്ന് എനിക്ക് തോന്നണം അഡ്മിറ്റ് ചെയ്ത് രോഗം ഇതായി കഴിഞ്ഞപ്പോഴത്തേക്കും ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും സാറ് പറഞ്ഞു, ഞായറാഴ്ച ദിവസം വീടൊരു സൺഡേ ക്ലാസ് ഉണ്ട്, അതിന് വരാമോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വരാം. അങ്ങനെ മനസ്സോടുകൂടി വീട്ടിൽ നിന്ന് ഞങ്ങൾ രണ്ടുപേരും ക്ലാസ്സിന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കാണുന്നത് അന്ന് എന്നേലും ഒരു 10-15 വയസ്സ് പ്രായം കുറഞ്ഞൊരു പയ്യൻ, അതിനും ഭാര്യ. ഇത് ഏത് കാലഘട്ടത്തിൽ, ഏത് വർഷമാണ് ഓർമ്മയുണ്ടോ? 2010. ജനുവരി 23. അങ്ങനെ വരുമ്പോൾ ഇവർ രണ്ടുപേരും അവിടെ ഉണ്ട് ക്ലാസ്സിൽ. അങ്ങനെ ഞാൻ കുറേ നേരം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലേക്ക് ഓടിക്കയറി എന്താണെന്ന് വെച്ചാൽ, ഇത്രയും ചെറുപ്പത്തിലുള്ള പയ്യന് നിർത്താമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് നിർത്തിക്കൂടാ എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു. അങ്ങനെ അത് തുടങ്ങി എല്ലാ സൺഡേ ക്ലാസ്സിനും ഞങ്ങൾ രണ്ടുപേരും വരാറുണ്ട്.
അപ്പോൾ താങ്കൾ പറഞ്ഞു വന്നത് കഴിഞ്ഞ 10-16 വർഷങ്ങളായിട്ട് നിരന്തരം എല്ലാ സൺഡേയും ഈ ഗ്രൂപ്പ് കൗൺസിലിംഗ് പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്നെടുത്ത ആ തീരുമാനം ഇപ്പോഴും സൂക്ഷിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അത് നടപ്പിലാക്കുന്ന സമയത്ത് ജീവിതത്തിലുണ്ടായിരുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? നടപ്പിലാക്കുന്ന സമയത്ത് വെല്ലുവിളികൾ ഉണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പല തരത്തിലും വെല്ലുവിളികൾ ഉണ്ടായി. കാരണം മദ്യപിച്ചിരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ബന്ധങ്ങൾ മദ്യപാനം നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ആ ബന്ധങ്ങൾ നഷ്ടമായി. അതിപ്പോൾ ഞാൻ ആരാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അത് വേണ്ട, അതൊന്നും വേണ്ട. താങ്കൾക്ക് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന പലരും വിട്ടുപോകാൻ തുടങ്ങി മദ്യപാനം നിർത്തി കഴിഞ്ഞപ്പോൾ. കാരണം അവരുടെയൊക്കെ ചിന്തയിൽ എനിക്ക് തോന്നുന്നത് ഞാൻ ആ പഴയ രീതിയിൽ തന്നെ പോകും എന്നുള്ളതായിരുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. പിന്നീട് ഇപ്പം അത് ഈ 16 വർഷം ആയപ്പോഴത്തേക്കും അത് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. താങ്കളുടെ ജീവിതത്തിൽ നിന്ന് ഇപ്പോൾ താങ്കൾ പറഞ്ഞതെന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് കൃത്യമായി ചിന്തിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വരും. ആത്മഹത്യ പോലെയുള്ള എളുപ്പമാർഗത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലേക്ക് ചിന്തിക്കും. അത് ജീവിതത്തിൽ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഭാര്യ എന്ന നിലയിൽ എങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ തീരുമാനത്തിനൊപ്പം നിൽക്കാനും അദ്ദേഹത്തിനെ ഈ ലഹരി വിമുക്തത എന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കാനും 16 വർഷം എന്ന് പറഞ്ഞൊരു വലിയൊരു കാലഘട്ടമാണ്. ഒന്നാമത്തെ 2 പിള്ളേരുണ്ട്. അവരെ വളർത്തിക്കൊണ്ടുവരണം. ചെറിയ പിള്ളേരായിരുന്നു. പിന്നെ സമൂഹത്തിലാണെങ്കിലും ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ അതിൽ നിന്നും ഇങ്ങനെ രക്ഷപ്പെടണം എന്നുള്ള ഇതായിരുന്നു. അപ്പൊ പുള്ളിയുടെ ഇതിൽ കൂടി ഞാനും സപ്പോർട്ടായിട്ട് നടന്നു. ഇപ്പൊ നല്ലൊരു നിലയും വിലയൊക്കെ ഉണ്ട്. എവിടെയും ചെല്ലാനും കയറി ചെല്ലാനും ഉള്ള ഒരു ഇതുണ്ട്. അതുകൊണ്ട് ഇപ്പൊ അതിലും വലിയ ഹാപ്പി ആയിട്ടാണ്. ഇപ്പൊ എവിടെ പോണെങ്കിലും ഞങ്ങൾ രണ്ടുപേരും കൂടിയേ പോവുള്ളൂ. മക്കളാണെങ്കിലും നല്ല സുരക്ഷിതമായിട്ട് ഓരോ സ്ഥലങ്ങളിൽ എത്തി. അപ്പോ ഞങ്ങളിപ്പോ രണ്ടും ഹാപ്പിയാണ്. ഞങ്ങൾ എവിടെ പോണെങ്കിലും കടയിൽ പോണെങ്കിലും ഞങ്ങൾ രണ്ടുപേരും കൂടിയേ പോവുള്ളൂ. എവിടെ പോണെങ്കിലും അങ്ങനെ. ഓക്കെ. ഇപ്പോൾ നിങ്ങളിവിടെ പറഞ്ഞ കാര്യങ്ങൾ പലരും മറച്ചു വെക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാണ്. ജീവിതത്തിൽ ഇത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ അത് ഇങ്ങനെ വന്നിട്ടൊരു പൊതുവേദിയിൽ അവതരിപ്പിക്കാൻ നിങ്ങൾ കാണിച്ച ആ ഒരു നന്മ, അത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്നുള്ള തിരിച്ചറിവോട് കൂടിയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ട് എന്താണ് സമൂഹത്തിനോട് പറയാനുള്ളത്? എൻ്റെ ഇപ്പോഴത്തെ 16 വർഷം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയിടത്തോളം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മദ്യപാനം കൊണ്ടോ മയക്കുമരുന്ന് കൊണ്ടോ അല്ല കഞ്ചാവ് കൊണ്ടോ ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. നഷ്ടങ്ങളേ ഉണ്ടായിട്ടുള്ളൂ. കാരണം ഇപ്പോൾ ഈ 16 വർഷം കൊണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നേടാവുന്നത് പലതും നേടി. കാരണം എനിക്ക് വീടില്ലായിരുന്നു. ആ വീടെല്ലാം ആ സ്ഥലം വരെ എൻ്റെ അല്ലായിരുന്നു, എല്ലാവരുടെയും കൂടി ആയിരുന്നു. അതെൻ്റെ പേരിലൊക്കെ ആക്കി നല്ലൊരു വീടുണ്ടാക്കി മക്കളുടെ കല്യാണം കഴിച്ച്. അപ്പോൾ ഞാൻ മദ്യപാനത്തിൽ നിന്നും പിന്മാറിയിട്ട് ഉണ്ടായ സമ്പാദ്യങ്ങളാണ് ഇതൊക്കെ. മദ്യപാനത്തിലൂടെ പോയിക്കൊണ്ടിരുന്നെങ്കിൽ എനിക്കിതുണ്ടാക്കാൻ പറ്റില്ലായിരുന്നു. 5 വർഷം കൊണ്ട് 5 വർഷത്തെ സമ്പാദ്യം കൊണ്ടാണ് വീട് വെച്ചത്. 5 വർഷം മദ്യപാനം നിർത്തി 5 വർഷം കൊണ്ടാണ് വീട് വെച്ചേക്കുന്നത്. 5 വർഷം മദ്യപിക്കാത്ത കാശ് കൊണ്ട് ആണ് ഞാൻ നല്ലൊരു വീട് വെച്ചത്. അന്ന് ആ വീട് വാസലേക്ക് സാറും ഭാര്യ ഉണ്ടായിരുന്നു. സാറും ഭാര്യ 3 പ്രാവശ്യം ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട് മക്കളുടെ കല്യാണത്തിന്. അപ്പോൾ മദ്യപാനം കൊണ്ട് ഒരു കാര്യം നേടാൻ സാധിക്കത്തില്ല. ഇപ്പോഴത്തെ തലമുറകൾ ഇതിൽ നിന്ന് പിന്മാറണം എന്നുള്ളതാണ് എൻ്റെ ഒരു സന്ദേശം. ഇപ്പോൾ സാറിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ സാധാരണ കണ്ടുവരാത്ത രീതിയിലുള്ള ചില ചികിത്സാ രീതികളൊക്കെയാണ് സാറ് ഈ രീതിയിൽ സാറിന് അദ്ദേഹത്തിൻ്റെ മെത്തേഡ്സ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ രീതികൾ അത് എങ്ങനെയാണ് ഈ മദ്യവിമുക്തിക്ക് താങ്കളെ സഹായിച്ചിട്ടുള്ളത്? സഹായിക്കണമെന്ന് പറഞ്ഞാൽ
സാറിൻ്റെ ഞങ്ങളോടുള്ള സമീപനം, പിന്നെ ഞങ്ങൾ സാറിനോടുള്ള സമീപനം ആണ് ഞങ്ങൾക്ക് കൂടുതലും ഇതിനോടുള്ള ഇത് വരാൻ കാരണം. സാറിന് നിങ്ങളോടുള്ള സമീപനം, നിങ്ങൾക്ക് സാറിനോടുള്ള സമീപനം, അതിൻ്റെ സവിശേഷത എന്താണെന്ന് പറയാം, അതിൻ്റെ പ്രത്യേകത എന്താണ്? പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ സാറ് ഓരോരുത്തരോടും സംസാരിക്കുന്നതും ഓരോരുത്തർ ഈ അനുഭവത്തിലൂടെ പറയുന്നതും ഓരോരുത്തരുടെ അനുഭവങ്ങൾ ഞങ്ങളും പറയും, സാറും അങ്ങനെ പറയുമ്പോഴേക്കും അത് ഞങ്ങൾക്ക് കൂടുതൽ പ്രചോദനമാകണേ. അപ്പൊ അതുകൊണ്ട് സാറ് ഞങ്ങളുടെ ഒരു ദൈവമാണ്. സാറ് പറഞ്ഞോളൂ. സാറ് ഇങ്ങനെ ഒരു സാറുണ്ടായതുകൊണ്ട് ഞങ്ങളുടെ ഒക്കെ ജീവിതം ഇത് പറയുമ്പോൾ ഇങ്ങനെ ഫീലിംഗ് വരാതിരിക്കില്ല. കാരണം ഫീലിംഗ് വന്നോട്ടെ, ഫീലിംഗ് ഇവിടെ ഈ സാറിന്റെ അടുത്ത് വന്ന് എത്തിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ജീവിക്കില്ല. അത് എൻ്റെ ചേട്ടൻ വഴിയാണ് സാറിൻ്റെ അടുത്ത് വഴിയാണ് സാറിൻ്റെ അടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞത്. അങ്ങനെ അത് സാറിൻ്റെ അടുത്ത് വന്നില്ലായിരുന്നെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തായിരുന്നു. കാരണം ഇവിടുത്തെ രീതികളാണ് ഞങ്ങളെയൊക്കെ ഈ ഇതിലേക്ക് വരുത്താൻ കാരണം. സാറിൻ്റെ ഞങ്ങളോടുള്ള സമീപനം, അവിടുത്തെ രീതികൾ, ഞങ്ങളുടെ കൂട്ടായ്മ. ഞങ്ങളുടെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ദിവസേന എല്ലാവരെയും തമ്മിൽ ഞങ്ങൾ കണക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം ഞാൻ അവരെ ആകർഷനെ വിളിക്കാലും പുഷ്കരനെ വിളിക്കും, നിത്യ ഇയാളെ വിളിക്കും. അങ്ങനെ തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കും. സാറ് അങ്ങനെ ഒരു നിർദ്ദേശം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ വന്നത് കൊണ്ട് മാത്രമല്ല, തമ്മിൽ എല്ലാവരും എല്ലാ ദിവസവും വിളിച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് ഉറച്ച തീരുമാനം നിലനിർത്താനായിട്ട് പരസ്പരം സഹായിക്കുന്ന ഒരു നല്ല കൂട്ടായ്മ, അതെ, സതുദ്ദേശപരമായിട്ട്.